السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹത്തിലുള്ള നിറഞ്ഞ ശ്രോതാക്കളെ, ലോജിക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്കാലത്ത് അപകടകരമായ രീതിയിൽ ചിന്തകളെ ക്രമീകരിക്കുകയും അതിലൂടെ അപകടകരമായ വാദങ്ങളെ പുറന്തള്ളുകയും ചെയ്ത ഒരു സമൂഹത്തിനെതിരെ, ഒരു വിഭാഗങ്ങൾക്കെതിരെ അവയെ പ്രതിരോധിക്കാനെന്ന നിലയ്ക്ക് ക്രോഡീകരിക്കപ്പെട്ട അരിസ്റ്റോട്ടലിനാലും സോക്രട്ടീസിനാലും അങ്ങനെ അടങ്ങുന്ന മഹത്തായ പണ്ഡിതരാൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു ശാഖയാണ് മന്തിഖ്, ലോജിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ലോജിക്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലോജിക് ഈസ് ദ സ്റ്റഡി ഓഫ് ദ റൂൾസ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് റീസണിങ് ഓർ ദ ലോസ് ഓഫ് തോട്ട് എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. അതായത് ചിന്തയുടെ നിയമങ്ങൾ എന്ന് നമുക്ക് വളരെ ലളിതമായി അതിന് പറയാൻ പറ്റും. ചിന്തയുടെ നിയമങ്ങളെയാണ് ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്ത് മന്തിക്കിന്റെ ആവശ്യകത എന്താണ്? നമുക്ക് ഈ പുതിയ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യുക്തിവാദികൾ അടക്കമുള്ള നവീനവാദികൾ നിറഞ്ഞാടുന്നൊരു സമയത്ത് അവര് ഉന്നയിക്കുന്ന അബദ്ധജടിലമായ വാദങ്ങളെ അവർ സമർത്ഥിക്കാൻ വേണ്ടി അവരുടെ ചിന്തയെ അവർ വക്രീകരിക്കുകയും നേരെ വണ്ണത്തിൽ ചിന്തിക്കാതെ മാറ്റി മറച്ചുകൊണ്ടുള്ള വാദങ്ങളും അതിൻ്റെ തെളിവുകളും അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇതിൽ പൊതുജനം പെട്ടുപോകുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം നമ്മൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് ഈ മന്തിഖ്, ലോജിക്കിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൽ അത്യാവശ്യമായ ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ താല്പര്യം. ലോജിക്കിലെ പ്രധാനപ്പെട്ട നമ്മൾ ഉന്നയിക്കുന്ന ആ വാദം, ആർഗ്യുമെന്റ്, അത് വാല്യൂഡ് ആകണമെങ്കിൽ ഈ ചിന്താ നിയമങ്ങളിലൂടെ ക്രമീകരിക്കപ്പെട്ടത്, അതിലൂടെ രൂപപ്പെടുത്തിയെടുത്തതായിരിക്കണം എന്നതാണ് അതിൻ്റെ യഥാർത്ഥമായ വസ്തുത. ലോജിക്കിലെ രണ്ട് പാർട്ടുകളാണ് തസ്ദീഖ്, തസവ്വുർ, അതായത് അഫർമേഷനും അപ്രഹെൻഷനും എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ മനസ്സിലാക്കുക, അഫർമേഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അതിൻ്റെ തസവ്വുറിനെ കുറിച്ചാണ്, അപ്രഹെൻഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു വസ്തുക്കളെ മനസ്സിലാക്കുക എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. വസ്തുക്കളെ മനസ്സിലാക്കുമ്പോൾ ആദ്യം ഒരു വസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ അത് എന്താണ് എന്ന് നാം ഡിഫൈൻ ചെയ്യണം, നിർവചിക്കണം. എന്താണെന്ന് നിർവചിക്കുമ്പോൾ, ഒരു വസ്തുവിനെ കുറിച്ച് നിർവചിക്കുമ്പോൾ ആ നിർവചനത്തിൽ എന്തൊക്കെ കൊണ്ടുവരണം എന്നതാണ്, അതിന് കാറ്റഗറൈസ് ചെയ്യുകയാണ് കുല്ലിയാത്തുൽ ഖംസിലൂടെ ചെയ്യുന്നത്, യൂണിവേഴ്സൽ കൺസെപ്റ്റിലൂടെ ചെയ്യുന്നത്. അതാണ് നിർവചിക്കുമ്പോൾ ആ നിർവചനത്തിൽ എന്തൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെ രീതിയിലൂടെ നിർവചിക്കേണ്ടത്. ഈ ഒരു വസ്തുവിനെ നിർവചിക്കുമ്പോൾ ആ വസ്തുവല്ലാത്ത മറ്റൊന്ന് ആ വസ്തുവിൻ്റെ കൂടെ ആ നിർവചനത്തിൽ വരാൻ പാടില്ല. അപ്പോൾ അതിനെ രൂപപ്പെടുത്തിയെടുക്കണം എന്നതാണ് യൂണിവേഴ്സൽ കൺസെപ്റ്റിലൂടെ പറയുന്നത്. നമ്മൾ ഒരു ഉദാഹരണത്തിന് കൂഷ്മാണ്ഡം പൊട്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, കൂഷ്മാണ്ഡം എന്താണെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് കൂഷ്മാണ്ഡം എന്ന് ഡിഫൈൻ ചെയ്യണം. അതുപോലെ ആ കൂഷ്മാണ്ഡത്തിലേക്ക് എന്താണ് അതിന് കൊണ്ടുവരേണ്ടത്? കൂഷ്മാണ്ഡം ഒരു ഭക്ഷണമാണ്. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ജീനസും അതിൻ്റെ സ്പീഷ്യസ് ഒക്കെ അടങ്ങുന്നതെ അതിനെ വളരെ ക്രമീകരിച്ച് ഷോർട്ടായി അതിൽ മാത്രം ഒതുങ്ങുന്നതായിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോഴാണ് എന്താണ് ഈ കൂഷ്മാണ്ഡം കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുല്ലിയാത്തുൽ ഖംസ് എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സൽ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഈ അപ്രഹെൻഷന്റെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ്. ഇത് സയന്റിഫിക്കൽ പ്രിൻസിപ്പിൾസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഹവാസ് കൊണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, എന്ന ടേംസുകളാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ യൂണിവേഴ്സൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എസൻസ്, ഒരു വസ്തുവിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നാണ് ഈ യൂണിവേഴ്സൽ കൺസെപ്റ്റുകൾ രൂപപ്പെട്ട് വരുന്നത്. ഒരു വസ്തുവിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ ആ വസ്തുവാക്കുന്നത് എന്താണോ അതാണ് അതിന്റെ എസൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫാൻ എടുക്കുകയാണെങ്കിൽ, ഒരു കറുത്ത നിറത്തിലുള്ള ഫാൻ എടുക്കുകയാണെങ്കിൽ ആ ഫാനിനെ ഫാനാക്കുന്നത് എന്താണ്? അത് കാറ്റ് നൽകുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിന്റെ നിറം കറുപ്പായി എന്നതല്ല ആ ഫാനിനെ ഫാനാക്കുന്നത്. അങ്ങനെയെങ്കിൽ കറുപ്പ് നിറമാകുന്നതെല്ലാം ഫാനാകേണ്ടതാണ്. കറുപ്പ് നിറമാണ് ഫാനിനെ ഫാനാക്കുന്നതെങ്കിൽ ആ കറുപ്പ് നിറമുള്ളതെല്ലാം ഫാനാകേണ്ടതാണ്.
മറിച്ച് ഫാനിനെ ഫാനാക്കുന്നത് കാറ്റ് തരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യനാകുന്നത് ആണ് പെണ്ണ് എന്നുള്ളത് കൊണ്ടല്ല. ആണ് പെണ്ണ് ആയതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നെങ്കിൽ പെണ്ണുങ്ങളൊന്നും സ്ത്രീകളൊന്നും മനുഷ്യനല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരു വസ്തുവിനെ ആ വസ്തുവാക്കുന്ന എന്താണോ അതാണ് എസൻസ് എന്ന് പറയുന്നത്. ഈ എസൻസിൽ നിന്നാണ് നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പിൾസിലേക്ക് പോകുന്നത്. അപ്പൊ നൗ എന്ന് പറയുന്നത്, സ്പീഷ്യസ് എന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിൽ ഒന്നാമത്തത് നൗ ആണ്. ഈ സ്പീഷ്യസ് എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിനെ വസ്തുവാക്കുന്ന ഘടകങ്ങൾ മൊത്തം ഒരുമിച്ച് കൂടിയതിനേക്കാണ് നമുക്ക് നൗ എന്ന് പറയാൻ പറ്റുന്നത്. അതിന് കീഴിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എന്ന് പറയുന്ന എസൻസ്, ആ എസൻസിന് കീഴിൽ വരുന്ന, ഇപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാൽ അവനൊക്കെ മനുഷ്യനാണ്. ആ എസൻസ് ഒന്നായ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഹഖീഖത്ത്, എസൻസ് ഒന്നായ സാധനങ്ങളൊക്കെ പറയാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്ക് നൗ എന്ന് പറയാൻ പറ്റും. മറ്റൊന്ന്, ഈ നൗ രൂപപ്പെടുന്നത് രണ്ട് പാർട്ടുകൾ കൊണ്ടാണ് നൗ രൂപപ്പെടുന്നത്. ഒന്ന്, ആ വസ്തുവിന് മാത്രം, ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വസ്തുവിൽ മാത്രം ഉണ്ടാകുന്ന പാർട്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഫസൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇനി അതിന് ആ വസ്തുവിൽ മാത്രമല്ല, ആ വസ്തുവിലും അതല്ലാത്തതിലും ഉണ്ടാകുന്ന പാർട്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് ജിൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊന്ന്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിലെ മറ്റൊന്ന്, മൂന്നാമത്തത്, നമ്മൾ പറഞ്ഞു വെച്ച ഈ ഹഖീഖത്ത്, ഈ എസൻസിന് പുറത്തുള്ളതാണ്. അതായത് ആ വസ്തുവാകാൻ അത് നിർബന്ധമില്ല, മറിച്ച് ആ വസ്തുവിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ആ വസ്തുവാകാൻ അത് നിർബന്ധമില്ല, പക്ഷേ അതിന്റെ ആ വിശേഷണം ആ വസ്തുവിൽ മാത്രമേ ഉണ്ടാകൂ. ഇങ്ങനത്തിനെ കുറിച്ച് നമുക്ക് അറള് ഖാസ് എന്ന് പറയാൻ പറ്റും. പെർട്ടിക്കുലർ ആക്സിഡന്റ് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് എഴുത്തറിയുക എന്നുള്ളത് കാത്തിബാണെന്ന് പറയുന്നത്, മനുഷ്യനാകണമെങ്കിൽ എഴുതാൻ അറിയണമെന്ന് നിർബന്ധമില്ല, മറിച്ച് എഴുതാൻ അറിയുക എന്ന് പറയുന്ന വിശേഷണം അത് മനുഷ്യനിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഈ കാത്തിബ് എന്ന് പറയുന്ന ഈ എഴുത്ത് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ പെർട്ടിക്കുലർ ആക്സിഡന്റ് ആയി നമുക്ക് കണക്കാക്കാൻ പറ്റും. മറ്റൊന്ന് കോമൺ ആക്സിഡന്റ് ആണ്. അഥവാ ഒരു വസ്തുവാക്കുന്നതിൽ അത് നിർബന്ധമില്ല, മറിച്ച് ഈ വിശേഷണം ഈ വസ്തുവിലും മറ്റുള്ള വസ്തുവിലും നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് കോമൺ ആക്സിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മാശി എന്ന് നമ്മൾ എടുക്കുക, നമ്മൾ നടക്കുന്നു എന്നുള്ള എന്നുള്ള സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ മാത്രമല്ല നടക്കുക എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. നടക്കുക എന്ന് പറയുന്നത് മനുഷ്യനാകുന്നതിൽ നിർബന്ധമില്ല, എന്നാൽ നടക്കുക എന്ന് പറയുന്നത് മനുഷ്യനിലും മനുഷ്യേതര ജീവികളിലും നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് കോമൺ ആക്സിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ കുല്ലിയാത്തുൽ ഖംസിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് അതിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വാദങ്ങളെ ഫാലസിയിൽ നിന്ന്, അതിൻ്റെ പിഴവുകളിൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഈ തസ്ദീഖ് എന്ന് പറഞ്ഞ ഈ അഫർമേഷനിലേക്ക് വളരെ ആവശ്യമായ സംഗതികളാണ്. കാരണം ഒരു വസ്തുവിനെ മനസ്സിലാക്കലാണ് അപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ആ വസ്തുവിനെ മനസ്സിലാക്കി ആ വസ്തുക്കളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കലിലേക്കാണ് അഫർമേഷൻ നമുക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ അഫർമേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ അപ്രഹെൻഷൻ, ഈ വസ്തുക്കളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വസ്തുക്കളെ മനസ്സിലാക്കുന്നതിൽ, അതിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ വളരെ പ്രധാനമാണ് ഈ കുല്ലിയത്തുൽ ഖംസ് എന്ന യൂണിവേഴ്സൽ കൺസെപ്റ്റുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക് എന്ന് പറഞ്ഞാൽ അത് ചിന്തയുടെ നിയമങ്ങളാണ്. ആ ചിന്തയുടെ നിയമങ്ങളുമായിട്ട് ഈ കുല്ലിയത്തുൽ ഖംസിന് യൂണിവേഴ്സൽ കൺസെപ്റ്റുകൾക്ക് വളരെയേറെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തിയെടുക്കാനും പുതിയ കാല നവീനവാദങ്ങളിൽ നമുക്ക് മാറി ചിന്തിക്കാനും പൊതുജനങ്ങളെ ധരിപ്പിക്കാനും കൃത്യമായ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാനും, നിങ്ങളുടെ അപ്പുറത്തുള്ളവരെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് അത് ശരിയായ രീതിയിലുള്ളതല്ല എന്നും അത് തെറ്റാണ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൃത്യമായി ക്രമീകരിക്കണം എന്നതിലേക്ക് കൂടെ നമുക്ക് യൂണിവേഴ്സൽ കൺസെപ്റ്റുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കൂടെ ഒരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.